എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. കുറച്ചൊരു വീഡിയോ ഇടാനുള്ള ഡിലേ വന്നത് മക്കൾക്ക് എക്സാം ഒക്കെ ആയിരുന്നു. ഒരുപാട് തിരക്കുകളിൽ കൂടി കടന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ റാഗിങ്ങിൻ്റെ വാർത്തകൾ ഒരുപാട് കേട്ടതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. കാരണം നമ്മൾ എവിടെ ജോലി ചെയ്താലും ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മൈനർ റാഗിങ് എന്ന് പറഞ്ഞാൽ റാഗിങ്ങിൻ്റെ സിവിയർ വേർഷൻ അല്ല, ഈ പറയുന്ന പോലെ ഒരു ആധിപത്യം. കാരണം ഒരു സീനിയോറിറ്റിയുടെ ബേസിലൊരു ആധിപത്യം നമ്മൾ ആ ചെല്ലുന്ന സമയത്ത് നമ്മൾ ജൂനിയർ ആണല്ലോ, അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് ഇപ്പം ഏറ്റവും വലിയ ജോലിയെന്നോ ചെറിയ ജോലിയെന്നോ എന്ത് ജോലിയെന്നോ ഒന്നുമില്ല. നിങ്ങൾ എവിടെ ഒരു പുതിയ സ്ഥലത്ത് ആദ്യം ചെല്ലുന്നു, ഈ പറഞ്ഞ ഇതേ റാഗിങ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം ഇതിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഓരോരുത്തരും പറയാറുണ്ട്, നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മളതിന് എന്താ പറയുക, അഡാപ്റ്റേഷൻ പീരീഡ്, നമ്മൾ അവിടെ നിന്ന് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു സമയം, ആ സമയത്ത് നമ്മൾ അത് ചിലരൊക്കെ സർവൈവ് ചെയ്യും, ചിലർ അത് താങ്ങാൻ മനക്കെട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ജോലി ഇട്ടിട്ട് പോകും. അപ്പം ചിലരെന്താ പറയുക, അവർക്ക് ആ ജോലി ആ കൂടെ നിൽക്കുന്ന ആ കോവർക്കറിന്റെ സ്വഭാവം പോലെ ഇരിക്കും നമ്മൾ ആ സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി. കാരണം അവരുടെ ടോർച്ചറിങ്ങും ഹരാസും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ആ അവഗണന, അതൊക്കെ തരണം ചെയ്യാനുള്ള മനക്കെട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും അതിനെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അവർ ആ ജോബിൽ നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ജോലി സ്ഥലത്ത് ഓരോ അനുഭവം ഉണ്ടായിക്കാണും ഇങ്ങനെയുള്ള റാഗിങ്ങിൽ. അപ്പം എനിക്ക് പറയാനുള്ളത്, കഴിവതും നമ്മളൊരു സ്ഥലത്തേക്ക് പുതുതായിട്ട് വരുന്ന വ്യക്തികളെ ഇതേപോലെ അകറ്റി നിർത്താതെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക. കാരണം ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ കൊടുക്കുന്ന ആ മെന്റൽ സപ്പോർട്ട് അവരെ ഒരുപാട് അത് ഗുണം ചെയ്യും. അവർ എന്താ പറയുക, അവരുടെ ആ ടോർച്ചറിങ് നമ്മൾ അവരെ ടോർച്ചർ ചെയ്ത് കൂടുതൽ മനോവിഷമത്തിലാക്കാതെ അവരാ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വരുന്നൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, മാക്സിമം 1-2, ചിലർ ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ എല്ലാം പഠിച്ചെടുക്കും, ചിലർ 1-2 മാസം കൊണ്ട്. ഏത് സ്ഥലത്തായിക്കോട്ടെ അത്രയും സമയം അവർക്ക് അനുവദിക്കുക. അവരുടെ കൂടെ ചേർത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ അതിന് എബിലിറ്റി ഉള്ളവരാക്കി തീർക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ കോ വർക്കേഴ്സിന് ഒരു വലിയ പങ്കുണ്ട്, അത് ഏത് ജോലിയിലാണെങ്കിലും. അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ സീനിയർ ആണ്, ഞാൻ പറയുന്നതെല്ലാം കേട്ടോണം, എൻ്റെ എല്ലാ അടിമപ്പണിയും ചെയ്തോണം, അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് എന്ത് സപ്പോർട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം നിങ്ങളുടെ ആ ഒരു റാഗിങ് മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നവർ, ഇത് കേൾക്കുന്നവരുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കളയുക. കാരണം ഏത് പുതിയൊരാളും നമ്മളും ജൂനിയർ ആയിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും സീനിയർ ആവുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വ്യക്തികളിലോട് നമ്മൾ ആ ഒരു സീനിയോറിറ്റി എന്നുള്ള മനോഭാവം ഉപേക്ഷിച്ചിട്ട് അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരു വ്യക്തിയുടെ ആധിപത്യം, നമുക്ക് ഈ സീനിയോറിറ്റി ലെവലല്ലാതെ മറ്റൊന്നിലോട് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ഈഗോയാണ്. നമ്മളെക്കാൾ എന്തോ ഒരു പോസിറ്റീവ് വൈബ് മറ്റൊരു വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവരോട് എന്താ പറയുക, ഒരു കുശുമ്പോ ഒരു അസൂയൊക്കെ തോന്നുന്നത്. അപ്പം അതിനെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ ആകെ ഒരു സാധനം എന്താണ്, ഈ പറഞ്ഞ സീനിയോറിറ്റിയാണ്. ഇതില്ല, നമ്മളെക്കാൾ ഒട്ടും കഴിവും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ്സ് മാത്രമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത്, നമ്മൾ അവരെ ഒട്ടും മൈൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്, അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ പോകില്ല. പക്ഷേ നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്താണ് മനഃപൂർവ്വം അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ഈഗോ തന്നെയാണ് ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് നിങ്ങളെക്കാൾ എന്തോ കഴിവുണ്ട്. അപ്പം നിങ്ങളുടെ കഴിവിൽ കോൺഫിഡൻസ് ഉണ്ടാവുക, മറ്റുള്ള വ്യക്തികളെ സീനിയോറിറ്റിയെ ബേസ് പറഞ്ഞ് എന്താ പറയുക ദ്രോഹിക്കാതിരിക്കുക, അവരൊപ്പം ചേർത്ത് നിൽക്കുക. ഒരു നല്ല ദിവസം നേരുന്നു. ഓക്കെ, ടേക്ക് കെയർ.